ഹായ് മക്കളെ, 9ാം തരത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ അല്പമല്ല ഭുജിക്കുന്നു എന്ന കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കൃതിയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് മലയാള സാഹിത്യ ലോകത്തിലെ ജനകീയ കവി എന്ന വിശേഷണത്തിന് അർഹനായ എഴുത്തുകാരനാണ് കുഞ്ചൻ നമ്പ്യാർ. ജനകീയ കവി. ഫലിത പരിഹാസത്തിലൂടെ സാമൂഹിക വിമർശനം നടപ്പിലാക്കിയ എഴുത്തുകാരനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. സാമൂഹിക വിമർശനം നടപ്പിലാക്കിയ എഴുത്തുകാരനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. സമൂഹത്തിൽ താൻ കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ചുറ്റുപാടിലും നിലനിന്നിരുന്ന പല ജീർണതകൾക്കെതിരെ ഫലിത പരിഹാസത്തിലൂടെ കൃത്യമായിട്ടുള്ള ചാട്ടവാറടി നൽകിയ എഴുത്തുകാരനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. അതുകൊണ്ട് തന്നെ കവിത ചാട്ടവാറാക്കിയ കവി എന്നുകൂടി ആര് വിശേഷിപ്പിക്കുന്നുണ്ട്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ വിശേഷിപ്പിക്കുന്നുണ്ട്. ഭക്ഷണത്തോട് ആർത്തിയുള്ള ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പാഠഭാഗം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല, പാഠസംഗ്രഹം പറയും. നമ്മൾ നേരെ എന്ത് ചെയ്യും? ആശയത്തിനകത്തേക്ക് പോകും. ഓക്കെ, സെറ്റാണല്ലോ. നോക്കുക, കുഞ്ചൻ നമ്പ്യാർ 18ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രതിഭാസമ്പന്നനായ കവി എന്നതിന് പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. മലയാളത്തിലെ ഹാസ്യ കവികളിൽ പ്രധാനിയായ നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്ന രേഖകളൊന്നുമില്ല. ബാക്കിയുള്ള കൃതികളെ കുറിച്ച് പറയുന്നതാണ്. നമുക്ക് നോക്കാം. പാഠസംഗ്രഹത്തിലേക്ക് വരാം. മലയാളികളുടെ ഭക്ഷണ പാരമ്പര്യത്തിൻ്റെയും രുചി വൈവിധ്യത്തിൻ്റെയും പട്ടികയാണ് കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം തുള്ളൽ കൃതി. മലയാളികളുടെ ഭക്ഷണ പാരമ്പര്യത്തിൻ്റെയും രുചി വൈവിധ്യത്തിൻ്റെയും പട്ടികയാണ് കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം തുള്ളൽ കൃതി. ഹാസ്യത്തിൻ്റെയും വിമർശനത്തിൻ്റെയും തലങ്ങൾ വേണ്ടുവോളം ഉണ്ടെങ്കിലും കേരളത്തിലെ രുചിക്കൂട്ടുകളുടെ കലവറ തന്നെയാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. മലയാളികളുടെ രുചി വൈവിധ്യങ്ങൾ എല്ലാ കാലത്തും ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളികളോളം സമ്പന്നമായ രുചിയിടങ്ങൾ മറ്റെങ്ങുമില്ല എന്ന് തന്നെ പറയാം. പപ്പടവും പഴവും പായസവും നെയ്യും പരിപ്പും തുമ്പപ്പൂ ചോറും മലയാളികളുടെ മനസ്സും ഹൃദയവും നാവും വയറും ഒരുപോലെ നിറയ്ക്കുന്നതാണ്. മലയാളത്തെ രുചികൾ തേടി നാട് കടന്നും കടൽ കടന്നും ആൾക്കാർ വരുന്നത് നമുക്കറിയാം. സെറ്റാണല്ലോ, സെറ്റ്. കാലങ്ങൾക്കനുസരിച്ച് രുചിഭേദങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. എങ്കിലും പാരമ്പര്യ തനിമയുള്ള രുചിക്കൂട്ടുകൾ തന്നെയാണ് ഇന്നും മലയാളി രുചികളെ വേറിട്ടതാക്കുന്നത്. കുഞ്ചൻ നമ്പ്യാർ തൻ്റെ എല്ലാ കൃതികളിലും സാമൂഹിക വിമർശനത്തിൻ്റെ തലം വളരെ രസകരമായും സരസമായും അവതരിപ്പിക്കുക പതിവാണ്. സാമൂഹിക വിമർശനമാണ് നമ്പ്യാരുടെ കവിതകളിൽ മുഴച്ചു നിൽക്കുന്നത്. എങ്കിലും നമ്പ്യാരുടെ പദപ്രയോഗങ്ങളും വാക്യങ്ങൾ തമ്മിലുള്ള പദചേരുവകളും വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരിക്കുന്നതായി കാണാം. സെറ്റാണല്ലോ, സെറ്റ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ചെറു തുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു. ചെറു തുമ്പപ്പൂ പോലുള്ള ചോറിനോടൊപ്പം എന്തും വിളമ്പുന്നു? വെളുത്ത നിറത്തിലുള്ള ഉപ്പും വിളമ്പുന്നു. ഈ കാവ്യപ്രയോഗത്തിൻ്റെ ഭംഗി കണ്ടെത്തി എഴുതുക എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. നോക്കുക, അസാമാന്യമായ ഭാഷാ നൈപുണ്യം കൊണ്ട് അനുഗ്രഹീതനായ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. തൻ്റെ വാക്കുകളിൽ കടന്നു വരുന്ന വർണ്ണനകളും അലങ്കാര പ്രയോഗങ്ങളും എല്ലാ കാലത്തും വായനക്കാരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ്. പദ സംയോഗങ്ങളുടെ ഉള്ളിൽ കടന്ന് എത്രമാത്രം ആഴത്തിൽ അവയെ മനോഹരമാക്കാൻ കഴിയുമോ അത്രയും മനോഹരമായ ഉപമകൾ കൊണ്ട് നമ്പ്യാർ വാക്കുകൾക്ക് പുനർഭാവം നൽകും. നമ്പ്യാരുടെ കൃതികളിൽ നിറയുന്ന വാഗ്മയ രൂപങ്ങളുടെ മനോഹാരിത വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക അസാധ്യമാണ് എന്ന് തോന്നും. ചെറിയ തുമ്പപ്പൂ പോലത്തെ ചോറിനോടൊപ്പം വെളുത്ത ഉപ്പും വിളമ്പുന്നു എന്ന് മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് കവി. വാക്കുകൾ തമ്മിലുള്ള ചേർച്ചയ്ക്ക് വേണ്ടി കവി ഉപയോഗിക്കുന്ന ആദ്യാക്ഷരപ്രാസം. എന്താ ആദ്യാക്ഷരപ്രാസം? ചെറു എന്ന് പറയുന്ന, വെളുത്ത എന്ന് പറയുന്ന, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള സാധനം പറയുന്നത്. ആദ്യാക്ഷരപ്രാസവും ഉപമയും വളരെ മനോഹരമായ വാഗ്മയ ചിത്രങ്ങൾ വായനക്കാരന് സംഭാവന ചെയ്യുന്നു. ഭക്ഷണപ്രിയന്മാരുടെ
കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സന്ദർഭങ്ങൾ കണ്ടെത്തുക. ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സന്ദർഭങ്ങൾ കണ്ടെത്തുക. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ആളുകൾ പപ്പടം പപ്പടമെന്നും പഴം പഴമെന്നും ഗുളം ഗുളമെന്നും പച്ചടി പച്ചടി എന്നും പരിപ്പൊക്കെ എന്നൊരു ഘോഷം എന്ത് ചെയ്യുന്നുണ്ട്? പുറപ്പെടുവിക്കുന്നുണ്ട്. സദ്യ ഉണ്ണുന്നതിൻ്റെയും തീരുന്നതിൻ്റെയും തിരക്കിൽ ആളുകൾ വീണ്ടും വീണ്ടും ആവേശത്തോടെ വിഭവങ്ങൾ വേണമെന്ന് വിളിച്ചു പറയുന്ന തിരക്കാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത്. സെറ്റ്. അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി, ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. കഴുത്തോളം തിന്നുന്നുണ്ട്, ബൂക്കറ്റം കഴിക്കാന്ന് പറയില്ലേ. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോയാൽ എന്തില്ല, അവർക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നോക്കുക. കൈരളിയുടെ പൊട്ടിച്ചിരിയാണ് തുള്ളൽ കവിതകൾ. തുള്ളൽ 3 വിധമുണ്ട്. കേരളത്തിലെ ചില ആദിമ നിവാസികളുടെ ജാതിനാമം സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്പ്യാർ തുള്ളലുകൾക്ക് നാമകരണം ചെയ്തിരിക്കുന്നതെന്ന് എ ഡി ഹരിശർമ്മ അഭിപ്രായപ്പെടുന്നു. ഇത് തന്നെ അന്ന് നിലനിന്നിരുന്ന സവർണ മേധാവിത്വത്തിനോടുള്ള കവിയുടെ എതിർപ്പാണ് എന്നും സമൂഹത്തോടും മനുഷ്യനോടും പുലർത്തുന്ന പ്രതിപത്തിയും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കലാരൂപമാക്കി അദ്ദേഹം തുള്ളലിനെ മാറ്റിയത് തന്നെ തൻ്റെ വിമർശനങ്ങളെ രേഖപ്പെടുത്തുന്നതിനാണ്. മാത്രമല്ല, കേരളീയ തനിമയാണ് നമ്പ്യാർ കവിതകളുടെ മുഖമുദ്ര. തൻ്റെ കാലത്തെ ജനങ്ങളെ മാതൃകയാക്കിയാണ് നമ്പ്യാർ എല്ലാ സൃഷ്ടികളും നടത്തുന്നത്. ജാതി വ്യവസ്ഥ, നാട്ടറിവ്, മൂല്യബോധം, മാനവികത തുടങ്ങിയ നിരവധി ഘടകങ്ങൾ നമ്പ്യാർ കവിതകളുടെ പ്രത്യേകതയാണ്. സമൂഹത്തിൽ സാധാരണക്കാർക്ക് ആഹാരം പോലും കഴിക്കാനില്ലാത്ത കാലത്ത് പോലും മൂക്കുമുട്ടെ തിന്നും കുടിച്ചും എത്ര തന്നെ തിന്നാലും മതി വരാത്തവരായി നിൽക്കുന്ന ആൾക്കാരോടുള്ള നമ്പ്യാരുടെ വിമർശനമാണ് ഈ കൃതി പ്രദർശിപ്പിക്കുന്നത്. സമൂഹത്തിൽ സാധാരണക്കാർക്ക് ആഹാരം പോലും കഴിക്കാനില്ലാത്ത കാലത്ത് പോലും മൂക്കുമുട്ടെ തിന്നും കുടിച്ചും എത്ര തന്നെ തിന്നാലും മതി വരാത്തവരായി നിൽക്കുന്ന ആൾക്കാരോടുള്ള നമ്പ്യാരുടെ വിമർശനമാണ് ഈ കൃതി പ്രദർശിപ്പിക്കുന്നത്. സെറ്റാണല്ലോ. ഇത്രയും ചോദ്യോത്തരങ്ങൾ ഈ പാഠഭാഗത്ത് ഏറ്റവും ചുരുക്ക രൂപത്തിൽ എന്ത് ചെയ്യുക, മക്കൾ പഠിച്ചു വെച്ചേക്കുക. പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക, സെറ്റാക്കുക. ഓക്കെ, ലൈക്ക് ചെയ്തേക്കണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തിയേക്കണം. താങ്ക്